ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഡിമാർട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മൾ കുറേ ആയി, നമ്മൾ 4 പേരും കൂടി പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് കുറേ ആയി ഷോപ്പിങ്ങിനും പോയിട്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോയത്. ഇവിടുന്ന് കുറച്ച് ബസ് ഇറങ്ങിയിട്ട് നടക്കാനുണ്ട് കേട്ടോ. നല്ല ശാന്തമായ സ്ഥലമാണ്, വലിയ വണ്ടി ബഹള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നടന്നങ്ങോട്ട് പോയി. ചെന്ന് കയറിയപ്പോഴേ ഈ ഒരു സാധനമാണ് ഗൈസ് എൻ്റെ കണ്ണിപ്പെട്ടത്. എന്ത് ക്യൂട്ടാണെന്ന് നോക്കിയേ. ഒരു കോമ്പാണ് കേട്ടോ, ബ്രഷ്. അടിപൊളിയാണ് സംഭവം, നല്ല സോഫ്റ്റാണ്. പിന്നെ ഒരുപാട് ബോക്സുകളും കാര്യങ്ങളും ഒക്കെ നല്ല അഫോർഡബിൾ റേറ്റിന് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ, കുറേ സാധനം. അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് കേട്ടോ പോയത്. അവിടെ നമ്മൾ ബോട്ടിലൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അവിടെയും ബോട്ടിൽ ഗൈസ്, നമ്മൾ ബോട്ടിൽ വാങ്ങിച്ച് കൂട്ടുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാര്യം നമുക്ക് പോസ്റ്റിംഗ് ഒക്കെ വരുന്നതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ഒരു ബോട്ടിൽ വേണം. ഞാൻ ഈ ഒരു ബോട്ടിലാണ് കേട്ടോ എടുത്തത്. 21 രൂപ എന്തോ ഉള്ളൂ. അങ്ങനെ നമ്മൾ കുറച്ച് ബോട്ടിലെടുത്തു. അതിനുശേഷം പിന്നെ നമ്മൾ പൗച്ചിൻ്റെ സെക്ഷനിലേക്കൊക്കെയാണ് കേട്ടോ പോയത്. നമ്മുടെ ഈ മേക്കപ്പ് പ്രൊഡക്ട്സ്, സ്കിൻ കെയർ പ്രൊഡക്ട്സ്, അങ്ങനെയൊക്കെ സാധനങ്ങൾ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്യൂട്ടായിട്ടുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള പൗച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ 2 പൗച്ച് എടുത്തിട്ടുണ്ട്. അതെന്തായാലും വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ, എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന്. അതിനുശേഷം നമ്മൾ നമ്മുടെ ഫാൻസി ഐറ്റംസിലോട്ട് പോയി കേട്ടോ. ഈ മിറർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 100 സംതിങ് ഉള്ളൂ കേട്ടോ. അതിൻ്റെ റേറ്റ് അടിപൊളിയാണ്. അതിൻ്റെ ഒരു പിൻട്രസ്റ്റ് ഫീലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ആ മിററിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ കണ്ടോ, അടിപൊളിയല്ലേ ഗൈസ്. പിന്നെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഒരുപാട് അഫോർഡബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടോ ഗൈസ്, ഇതൊരു പൗച്ചാണ് കേട്ടോ. ഒരു മണി പൗച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ക്യാമറേൻ്റെ ഷേപ്പിലൊക്കെ വന്നിട്ടുള്ളത്. ഇതിന് എന്തോ 59 രൂപയോ 60 രൂപ എന്തോ ഉള്ളായിരുന്നു. 59 രൂപ എങ്ങാണ്ടേ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കോയിൻസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ പൗച്ച് 69 റുപ്പീസിൻ്റെ ആയിരുന്നു കേട്ടോ. അതും അഫോർഡബിൾ ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇതും ഒരു പൗച്ചാണ്, അതും എസ്തെറ്റിക് ആയിട്ടുണ്ട്. ഈ ഒരു പൗച്ചും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഭയങ്കര അഫോർഡബിൾ റേറ്റിന് തന്നെ അവിടെ കിട്ടുന്നതാണ് കേട്ടോ. നമ്മൾ ഇവിടെ ഈ ഒരു ഷോപ്പിൽ ഡിമാർട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് ഈ സെക്ഷനിലോട്ടൊക്കെ കൂടുതലായിട്ടും വരുന്നത് കേട്ടോ. അപ്പോൾ ബാഗൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പോയതാണ്. പക്ഷേ അടിപൊളി കുറേ സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടി. പിന്നെ നമ്മൾ ഈ ഒരു മഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതും ഒരു പിൻട്രസ്റ്റ് ഫീലൊക്കെ ഇല്ലേ ഗൈസ്. ഒരു ലവ് ഷേപ്പിലുള്ള ഒരു മഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനും 21 റുപ്പീസ് ആയിരുന്നു കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള സാധനമായിരുന്നു. പിന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ട് ഒരുപാട് നമ്മുടെ കപ്സിൻ്റെ സെറ്റ് ഉണ്ടായിരുന്നു. കപ്പ് സെറ്റില്ലേ, അത് 99 റുപ്പീസാണ് കേട്ടോ. ആയിരിക്കുന്ന ഫുള്ള് കപ്പിൻ്റെ സെറ്റിനും ഇതെല്ലാം 99 റുപ്പീസാണ്. ഭയങ്കര അഫോർഡബിൾ അല്ലേ ഗൈസ്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളുമാണ് കേട്ടോ. ദാസിൻ്റെ മിക്സിയൊക്കെ പൊക്കിയെടുക്കുന്നുണ്ട്. അവൾ അത് വാങ്ങാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. എന്നിട്ട് അതുപോലെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ ഗൈസ്, മാറ്റാണ്. ഭയങ്കര ക്യൂട്ട് സാധനങ്ങളാണ് എല്ലാം. കാണുന്നതെല്ലാം ക്യൂട്ട് സാധനങ്ങളാണ്. പിന്നെ നമ്മൾ ബെഡ്ഷീറ്റ് ഒരുപാട് അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഡബിൾ കോട്ടിൻ്റെ. പിന്നെ ഇത് നമ്മുടെ ഇതാണ് കേട്ടോ, ലൂഫി. ഇതും അടിപൊളി സാധനമായിരുന്നു. ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. 59 രൂപയ്ക്ക് 59 രൂപയ്ക്ക് അഫോർഡബിൾ ആയിരുന്നു. പിന്നെ നമ്മൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ പോയത്. അവിടെ ചെന്നിട്ട് ഞാനൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ക്രോപ്പ് ടോപ്പ്. പിന്നെ അതിന് ശേഷം നമ്മൾ വെളിയിൽ ഇറങ്ങിയിട്ട് ഐസ്ക്രീമും അതുപോലെ തന്നെ പോപ്കോണും വാങ്ങാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. അവിടെ ക്ലോസ് ആക്കിയോണ്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം തസ്നി പോയിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നിന്നു. ഐസ്ക്രീമും പോപ്കോണൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ വാങ്ങിച്ചത് ചീസ് പോപ്കോൺ ആയിരുന്നു കേട്ടോ. ആ ചേട്ടൻ തേൻ്റെ ഐസ്ക്രീമൊക്കെ സ്ക്യൂസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് പിന്നെ പോപ്കോണും വാങ്ങിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പയ്യെ നടന്ന് ബസ് കയറിയിട്ട് നമ്മൾ ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. ഈ ഡിമാർട്ടിൽ ഒരുപാട് അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ട് ഗൈസ്, ഒരുപാട് അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നമ്മൾ എന്നിട്ട് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയി. അപ്പോൾ നമുക്കിനി എന്തൊക്കെയാണ് വാങ്ങിയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മൾ കുറച്ച് ബോട്ടിൽസ് എടുത്തിട്ടുണ്ട്, ഒരു 4 ബോട്ടിൽസ് എടുത്തിട്ടുണ്ട് കേട്ടോ.
ഇത് അഫോർഡബിൾ ആണ്, 21 രൂപയ്ക്ക് അഫോർഡബിൾ, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ബോട്ടിൽസ് ആണുള്ളത്. പിന്നെ നമ്മൾ വാങ്ങിയത് പോപ്കോൺ ആണ് കേട്ടോ. ഇതിന് 15 രൂപയുള്ളൂ കേട്ടോ. ഐസ്ക്രീമിനും 15 ഉള്ളൂ, പോപ്കോണിന് 15 ഉള്ളൂ. ഇത് നമ്മൾ വാങ്ങിച്ചത് ചീസി പോപ്കോൺ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 3 ചീസി പോപ്കോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിയത് ഒരു പൗച്ചാണ് കേട്ടോ. നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു പൗച്ച് വാങ്ങി. ഇതിനെന്തോ 79 രൂപ എന്തോ ഉള്ളൂ. അഫോർഡബിൾ ആണ്, നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. പിന്നെ നമ്മൾ വേറൊരു പൗച്ച് വെച്ചിട്ടുണ്ട്. ഇത് മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയൊരു പൗച്ചാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊരു മിററും കുറച്ച് കമ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് ഈ ഒരു മഗ്ഗും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതും അടിപൊളി ക്യൂട്ട് സാധനമാണ്. 21 രൂപയ്ക്ക് അഫോർഡബിൾ അല്ലേ ഗൈസ്, നല്ല അഫോർഡബിൾ ആണ്. പിന്നെ നമ്മൾ വാങ്ങിച്ചത് നിവ്യേൻ്റെ ഒരു ബോഡി ലോഷനാണ്. ഇത് അടിപൊളി സ്മെല്ലും അതുപോലെ തന്നെ ഭയങ്കര നറിഷിങ്ങും ആണ് കേട്ടോ. പിന്നെ വാങ്ങിച്ചത് ഒരു വാക്സാണ്, ഫെമ്മിൻ്റെ ഒരു വാക്സ്, ബോഡി ഹെയർ റിമൂവിങ് വാക്സാണ്, അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിയത് വാസ്ലിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇതിൻ്റെ വേറൊരു ട്യൂബ് ഞാൻ തീർത്തിട്ടുണ്ട്, വേറെ പിങ്ക് അല്ല, ഒരു യെല്ലോ ഗ്രേ കളറിലെ. അപ്പോൾ ഞാനിപ്പോൾ പിങ്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അടിപൊളിയായിരുന്നു എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഹിമാലയൻ്റെ ഒരു ഫേസ് വാഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ച ക്രോപ്പ് ടോപ്പ്. ഇതെങ്ങനെയുണ്ട് ഗൈസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒറ്റൊരു പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് വീഡിയോയിൽ കാണുന്നതിനേക്കാളും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറെ വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഗായ്സ്.